students, today we will learn an important concept about chemistry. The topic is colloids and suspensions. Firstly, we move colloids. The definition of colloids. A colloid is a mixture of microscopic particles that are suspended in another medium. Example, milk, smoke, gelatin. The examples are familiar ones. കൊളോയിഡുകൾ മിശ്രിതങ്ങളാണ്. ഇനി ഇവയിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ കണികകൾ മറ്റൊരു മാധ്യമത്തിൽ മാറിക്കിടക്കുന്നു. ഇനി ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് പാൽ, പുക, അതുപോലെ ജലാറ്റിൻ. ഈ ഭാഗം മനസ്സിലായില്ലേ? Then the next topic is suspension. We learn the definition about suspension. Suspension is a heterogeneous mixture of a fluid that contains solid particles sufficiently large for sedimentation. സസ്പെൻഷനുകൾ ഭിന്നാത്മക മിശ്രിതങ്ങളുടെ ദ്രാവകങ്ങളാണ്. അതായത് സസ്പെൻഷനുകൾ ഇരിക്കുന്നത് ഒരു ദ്രാവക രൂപത്തിലാണ്. മാത്രമല്ല ഇത് ഭിന്നാത്മക മിശ്രിതങ്ങൾ, അവയുടെ പ്രത്യേകതകൾ അത് പരിപാലിക്കുന്ന ചില ദ്രാവകങ്ങളാണ്. ഇനി ഇതിലെ ഖരകണികകൾ മതിയായ അല്ലെങ്കിൽ പര്യാപ്തമായ വലിയ ഊറലിന് സഹായിക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞല്ലോ ഹെറ്ററോജനസ് മിക്സ്ചർ ആണ്, അതായത് ഭിന്നാത്മക മിശ്രിതങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഇതുപോലെ കണികകള് വലിയ ഊറല് മുഖേന മാറ്റപ്പെടുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഹെറ്ററോജനസ് മിക്സ്ചർ ഓഫ് എ ഫ്ലൂയിഡ് ആണ് എന്ത്? സസ്പെൻഷൻ. ഇനി ഇതിന് എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? സ്ലേറ്റ് ലൈം, പെയിന്റ്സ്, ലെമണൈഡ്, അതായത് ചുണ്ണാമ്പ്, പെയിന്റുകൾ, പിന്നെ നാരങ്ങ വെള്ളം. ഇനി അടുത്തത് മഡി വാട്ടർ, ചെളി വെള്ളം. അടുത്തത് ചോക്ക് ആൻഡ് വാട്ടർ, അതായത് എന്താണ്? ചോക്ക് പൊടി വെള്ളം. അപ്പൊ ഇതിൽ നമ്മൾ ഉദാഹരണങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെളിവെള്ളം, ചോക്ക് വെള്ളം ഇതിനെ തമ്മിൽ പരസ്പരം കലർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാനാവുന്നത്? എന്താണ് നമുക്ക് ദർശിക്കാനാവുന്നത്? വെള്ളം, ചെളി അതൊക്കെ ഇങ്ങനെ മാറി ഊറി അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരവസ്ഥയില് കിടക്കൂലേ? ഇപ്പൊ ചോക്ക് വെള്ളമാണെങ്കിലും ഇല്ലേ? അപ്പൊ അതില് ചോക്കിന്റെ പൊടി താഴെ അടിഞ്ഞടിഞ്ഞു കിടക്കും, വെള്ളം തെളിയായിട്ട് മുകളിൽ മാറിക്കിടക്കും. ചെളിവെള്ളത്തിന്റെ അവസ്ഥയും അതുപോലെ. ഇതൊക്കെ നമ്മള് ചെളിവെള്ളം ഇതൊക്കെ വീടുകളില് കുട്ടികൾ കളിക്കുമ്പോ കാണുന്നതല്ലേ? അപ്പൊ ഈ ഭാഗം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? Hello students, then we move the comparison of colloids and suspensions. കൊളോയിഡുകൾ, സസ്പെൻഷനുകൾ അവയുടെ താരതമ്യ പഠനം, അതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ കുറെ അധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേത് സസ്പെൻഷനുകൾ, അടുത്തത് കൊളോയിഡുകൾ. ഇനി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കിയാലോ? ഇറ്റ് ഈസ് എ ഹെറ്ററോജനസ് സൊല്യൂഷൻ, അതായത് സസ്പെൻഷനുകൾ ഭിന്നാത്മക ലൈനുകളാണ്. അടുത്തത് കൊളോയിഡുകൾ ആണെങ്കിലോ ഇറ്റ്സ് എ ഹോമോജനസ് സൊല്യൂഷൻ, ഏകാത്മക ലൈനുകളാണ്. അടുത്തത് പാർട്ടിക്കിൾ സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. കണികകളുടെ വലിപ്പം 1000 നാനോമീറ്ററിന് മുകളിലാണ്, അതായത് 1000 നാനോമീറ്ററിന് അതിൽ കൂടുതലാണ്. ഇനി അടുത്തത് പാർട്ടിക്കിൾ സൈസ് റേഞ്ച് ഫ്രം 1 and 1000 നാനോമീറ്റർ, അതായത് ഈ ഭാഗത്ത് കണികകളുടെ വലിപ്പം 1 മുതൽ 1000 വരെ നാനോമീറ്റർ മാത്രമായിരിക്കും. അതിനുള്ളിലുള്ള നാനോമീറ്ററുകൾ, ആ അളവുകളിൽ മാത്രമാണ് ഈ പാർട്ടിക്കിൾ സൈസ് കണികളുടെ വലിപ്പം ഇവിടെ വരികയുള്ളൂ. ഇനി അടുത്തത് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ വെൽ. ഇവിടെ കണികകൾ നന്നായിട്ട് അടിയുന്നു, വളരെ പെട്ടെന്ന് അടിയുന്നു, അത് നന്നായിട്ട് അടിഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെപ്പറേറ്റ്. ഇവിടെ കണികകളെ നമുക്ക് വേർതിരിക്കാൻ ആവില്ല.
ഇനി അടുത്ത ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോയാലോ. ഇനി നമുക്ക് അടുത്ത കമ്പാരിസൺസ് പറഞ്ഞു നോക്കിയാലോ. അപ്പോൾ സസ്പെൻഷനുകൾ, ഇനി വലതുഭാഗത്തെ കൊളോയിഡുകൾ. ഇനി അവയുടെ താരതമ്യ പഠനങ്ങളിലേക്ക് പോകാം. അപ്പൊ അടുത്തത് ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഇവയെ നമുക്ക് അരിച്ച് വേർതിരിക്കാനാകും. അരിക്കലിലൂടെയാണ് വേർതിരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. എന്തിനെ? സസ്പെൻഷൻസിനെ. ഇനി അടുത്തത് കൊളോയിഡുകളാണെങ്കിലോ ഇറ്റ് കനോട്ട് സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഇവയെ അരിച്ച് നമുക്ക് വേർതിരിക്കാനാവില്ല. ഇനി അടുത്തത് ഇറ്റ് സ്കാറ്റർ ലൈറ്റ്. ഇത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. അടുത്തത് ഇറ്റ് ഷോസ് ടിൻഡാൽ എഫക്ട്. ടിൻഡാൽ പ്രഭാവം ഇത് കാണിക്കുന്നു. കൊളോയിഡുകൾ ടിൻഡാൽ പ്രഭാവം കാണിക്കുന്നു. ഇനി അടുത്തത് ഇറ്റ് ഈസ് ഒപ്പൈക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വ്യക്തത ഇല്ലാത്തതാണ്. ഇനി അടുത്തത് ട്രാൻസ്ലൂസെന്റ് ആണ്. ഇറ്റ് ഈസ് ട്രാൻസ്ലൂസെന്റ്. ഇത് അർദ്ധ സുതാര്യമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് പറയുന്നത് സസ്പെൻഷൻസ് ആർ ഈസിലി വിസിബിൾ. ഇവയെ പെട്ടെന്ന് ദർശിക്കാൻ സാധിക്കും. ഇത് ദൃശ്യമാണ്. ഇനി അടുത്തത് കൊളോയിഡുകളെ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. ഇവയെ നമുക്ക് ദർശിക്കാൻ സാധിക്കില്ല. ഇത് ദൃശ്യമല്ലാത്തതാണ്. അപ്പൊ കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? മിൽക്കൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വേർതിരിച്ചൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ സസ്പെൻഷൻസിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ എക്സാമ്പിൾ പറഞ്ഞു നോക്കുക. എന്തൊക്കെയാണ്? മഡി വാട്ടർ ഇല്ലേ, അത് സസ്പെൻഷനിന് ഒരു ഉദാഹരണമാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഈ പ്രത്യേകതകൾ പറഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് പറഞ്ഞത് എന്താണ്? നമ്മള് സസ്പെൻഷൻസ്, കൊളോയിഡ്സ് ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡി അത്രയും നടത്തി. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. നന്നായിട്ട് മനസ്സിലായില്ലേ?